ജംഷഡ്പൂർ എഫ് സി എന്ന ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ് ഇനി ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങളിൽ എത്ര പേര് ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് എനിക്ക് അറിയത്തില്ല. ജംഷഡ്പൂർ എഫ് സി ഇനി ഇല്ല. അവരുടെ അവസാനത്തെ ഒഫീഷ്യൽ മത്സരം ഇന്ന് കഴിഞ്ഞു. ഡ്യൂറന്റ് കപ്പിന്റെ ക്വാർട്ടർ ഫൈനലിൽ കരുത്തന്മാരായ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെതിരെ ആയിരുന്നു ജംഷഡ്പൂർ എഫ് സിയുടെ അവസാനത്തെ മത്സരം. ഇന്ത്യൻ ഫുട്ബോളിലെ ഒരു ചരിത്രത്തിനാണ് ഇവിടെ അധ്യായം അവസാനിക്കപ്പെടുന്നത്. ഇനി അവര് ചർച്ചിൽ ബ്രദേഴ്സായിട്ട് മാറി എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാമെങ്കിൽ പോലും ജംഷഡ്പൂർ എഫ് സി ഇനി ഇല്ല എന്നുള്ളത് സങ്കടപ്പെടുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ഇന്നത്തെ മത്സരം ഒരിക്കലും നമുക്ക് വില കുറച്ച് കാണാൻ പറ്റത്തില്ല. കിടിലൻ ഒരു പോരാട്ടം തന്നെയായിരുന്നു ഇന്ന് നടന്നത്. മത്സരം തുടങ്ങി രണ്ടാമത്തെ മിനിറ്റിൽ തന്നെ മലയാളി താരമായ സഹൽ അബ്ദുൽ സമദിലൂടെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ലീഡ് എടുത്തു. പക്ഷേ ആ ലീഡ് അവർക്ക് മത്സരത്തിന്റെ മുഴുവൻ സമയം ഹോൾഡ് ചെയ്ത് വെക്കാൻ കഴിയില്ല. മത്സരം പുരോഗമിക്കുന്നതനുസരിച്ച് ജംഷഡ്പൂരിന്റെ വളരെ മികച്ച പ്രകടനം നമ്മൾ കണ്ടു. ദേവേന്ദ്രയിലൂടെ അവരെ സമനില പിടിക്കുന്നു. 90 മിനിറ്റും രണ്ട് ടീമുകളും 1-1 എന്ന സ്കോർ ലൈനിൽ സമനിലയിൽ മത്സരം അവസാനിപ്പിച്ചു. പിന്നീട് നേരിട്ട് പെനാൽറ്റി സ്പോട്ട് കിക്ക് ഇങ്ങനെ അനന്തമായി നീളുകയായിരുന്നു. 8-9 എന്ന സ്കോറിലേക്ക് കാര്യങ്ങൾ എത്തി. അതായത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് പെനാൽറ്റി സ്പോട്ട് കിക്കിൽ 9 ഗോളുകൾ സ്കോർ ചെയ്തു. ജംഷഡ്പൂർ 8 ഗോളുകൾ സ്കോർ ചെയ്തു. അത്രയധികം നീണ്ട ഒരു മത്സരമായിരുന്നു കഴിഞ്ഞത്. ഏതായാലും 8 പേർ, അതായത് 8 പന്ത് ഗോൾ വലയിൽ എത്തിച്ച ശേഷം 8 തവണ ഗോൾ വലയിൽ പന്ത് ചുംബിച്ചു ജംഷഡ്പൂരിന്റെ ഭാഗത്തു നിന്ന്. പിന്നെ മത്സരത്തിലെ റെഗുലർ ടൈമിൽ ഒരു ഗോളും കൂടി ആകുമ്പോൾ 9 ഗോൾ അടിച്ച് ജംഷഡ്പൂർ എഫ് സി തങ്ങളുടെ അവസാന മത്സരം അവസാനിപ്പിച്ചിരിക്കുകയാണ്.